കാലൊടിഞ്ഞു എന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വിളിച്ചപ്പോൾ എനിക്ക് ഓർമ്മയല്ലോ, വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്കാൻ തയ്യാറാവത്തില്ല ഒരിക്കലും. എൻ്റെ കുഞ്ഞ് പോയി, എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ അല്ലല്ലോ. സ്റ്റേജിൽ കിട്ടിയെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. പക്ഷെ നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. 21 കൊല്ലം ആ കൂടെ വന്ന ടീച്ചർ നല്ലൊരു അലംഭാവമാണ്. ആ കൂടെ വന്ന ടീച്ചർ, അതിനകത്താണ് നിങ്ങൾക്കൊരു വിഷമമുള്ളത്. അവർക്ക് എല്ലാം അറിയാമല്ലോ. ഈ ഒരു പോലീസ് ടീമിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോത്തൻകോടാണ്. അതായത് അമ്മു സജീവിൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ഒരു കുട്ടി അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം പീഡനങ്ങളാണ് ആ കുട്ടി അവിടെ അനുഭവിച്ചത്. അവർ വല്ലാതെ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. നല്ല രീതിയിൽ വളർത്തപ്പെട്ട ഒരു മകളുടെ മരണമാണ് നടന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് കിടക്കാം. ചേട്ടാ നമസ്കാരം. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ് കേസിൻ്റെ? കുട്ടികളെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല. ബാക്കിയെല്ലാം പോലീസുകാരാണ് നോക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമാണ്. ഏതോ ചാനലിൽ ഇങ്ങനെ നിങ്ങൾക്ക് പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന രീതിയിൽ ഒരു ചാനലിൽ കണ്ടിരുന്നത്. പലരും പല രീതിയിൽ പറയത്തില്ല. പക്ഷേ നമുക്ക് ഈ അന്വേഷിക്കുന്ന ടീമിൻ്റെ പരിപൂർണ്ണ വിശ്വാസമാണ്. നമുക്ക് അവർക്കെതിരായിട്ടൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല, ഞങ്ങളിത് പറയത്തുമില്ല. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ അന്വേഷിക്കുന്നത്. എൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ തന്നെയാണ് അവർ ഈ ഓടി നടക്കുന്നത്. നമുക്ക് DYSP ആയാലും CI ഒക്കെ ഇവിടെ വന്നിട്ട് വളരെ കാര്യമായിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അതിനകത്ത് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അവരുടെ ഭാഗത്തുമില്ല, നമ്മുടെ ഭാഗത്തുമില്ല. ചേട്ടനോട് വിളിച്ച് പറയുമ്പോൾ കാലൊന്ന് പൊട്ടലുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ആ ഒരു അവസ്ഥ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കയറ്റി ഞാൻ വരാമെന്ന് പറയുമല്ലോ. എന്നിട്ട് ആ പ്രിൻസിപ്പൽ ഇവിടെ കണ്ടിരുന്നു. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം അന്ന് ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം കാസർഗോഡായിരുന്നു. പുള്ളിയുടെ ആവശ്യമായിട്ട് പോയതാണ്. അദ്ദേഹവും ഈ കുട്ടികളെ ഇന്ന് മൊഴിയോ ഈ കുറ്റസമ്മതം എഴുതി വാങ്ങിച്ചവർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇനിമേൽ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിന് എഴുതി കൊടുത്ത് പ്രിൻസിപ്പൽ ആ റെക്കോർഡ്സുകളെല്ലാം കംപ്ലീറ്റ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവിടെ കള്ളക്കളി കളിച്ചിട്ടില്ല. പ്രിൻസിപ്പൾ എല്ലാം റെക്കോർഡുകളെല്ലാം കൊടുത്തു. പ്രിൻസിപ്പൾ പറഞ്ഞു അത് അമ്മൻ്റെ ഇതിൽ ഒന്നും നമ്മൾ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ അന്ന് ഈ ടീച്ചേഴ്സിൻ്റെ ഇടയിലും പിന്നെ അങ്ങനെ എന്തൊക്കെയോ അന്നൊക്കെ നടന്നതാണ്. ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെന്താ കാണാതെ പോയത്? ആരോ പറഞ്ഞ് നമ്മൾ തടയുമെന്ന് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങനെ പോയതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെയും തടയാനൊന്നും ശ്രമിക്കാൻ പോകും ആ അവസ്ഥയല്ല. അല്ലെങ്കിൽ തന്നെ നമ്മളങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. പ്രിൻസിപ്പൾ വന്നപ്പോൾ പ്രിൻസിപ്പളിനെ ഇവിടെ ആരുടെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു എന്ന് പറയുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. ചെയ്തത് ശരിയായില്ല, നിങ്ങളോട് അത് ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ നമ്മളാരും ചെയ്തില്ല. പ്രിൻസിപ്പൾ വന്ന് കുഞ്ഞിനെ കണ്ട് വളരെ കാര്യമായിട്ട് പ്രിൻസിപ്പളാണ് പറഞ്ഞത്. ചാനലിനോടൊക്കെ സംസാരിച്ചിട്ടല്ലേ പോയത് പ്രിൻസിപ്പൾ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും പ്രിൻസിപ്പൾ. പക്ഷെ നമ്മൾ നേരത്തെ പോയി ഇദ്ദേഹത്തോട് പറയുമ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടെ ഊർജിതമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ. അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് പോയില്ലേ. ഇപ്പം അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ചോദിക്കുന്നത് നമ്മളൊരു ഒരു കാര്യം നമുക്ക് ഇനി എൻ്റെ കുഞ്ഞ് പോയി. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി മോളെ ഇങ്ങോട്ട് വിടുമ്പോൾ കൂടെ ആരും ഹോസ്റ്റലിൻ്റെ കോളേജിൻ്റെ 2 ടീച്ചർമാരുണ്ട്. അല്ല, കോളേജിലെ ടീച്ചറും ഹോസ്റ്റലിൽ 2 വാർഡന്മാരും ഉണ്ടായിരുന്നു. പിന്നെ ആംബുലൻസിലെ ഡ്രൈവറും പിന്നെ ഒരു സഹായിയാന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവരുമ്പം നമ്മളിപ്പോൾ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമ്മുടെ കുഞ്ഞിനെ മാത്രമല്ലേ നോക്കുകയുള്ളൂ. അതൊന്നും നമ്മൾ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് അവർ തന്നെയാണല്ലോ പറഞ്ഞത്, ഞാനുണ്ടായിരുന്നു, ടീച്ചർ പക്ഷേ ഫ്രണ്ടിലാണ് ഇരുന്നത് എന്ന് പറഞ്ഞു. മോൻ വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന്. അപ്പോൾ ഇത്രയും ഒരു വയ്യാത്തൊരു ഗുരുതരമായൊരു അവസ്ഥയിൽ ഒരു ആരെ ആയാലും ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പം അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ അവരുടെ അടുത്ത് അല്ലേ ഇരിക്കേണ്ടത്. ഒന്നും അറിയത്തില്ലാത്ത 2 വാർഡന്മാർ ബൈക്കിലാക്കിയിട്ട് അവർ വേറെ ഫ്രണ്ടിൽ കയറിയിരുന്നു. ഇതിനെ കൊണ്ടുവന്ന് ഇത്രയും ലോങ് ജേർണിയാണ്. കൊണ്ടുവരുന്നതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ അവരത് അതിൻ്റെ രീതികൾ ചെയ്തില്ല എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കുമായിരുന്നുവെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാറ്റമോ എന്തെങ്കിലും ഉണ്ടെന്ന് അവർക്കത് മനസ്സിലാകാമായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് എത്രയോ ഹോസ്പിറ്റലുണ്ട്. അവിടെ എവിടെയെങ്കിലും കയറ്റിയിട്ട് നമ്മളിങ്ങ് വെഞ്ഞാറമൂടിനപ്പുറം വരെ ചെന്നതാണ് മനസ്സിലായി മോളെ അന്വേഷിച്ച്.
അവിടം വരെ ചെന്നപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അവിടെ കുറേ സമയം ഞങ്ങൾ തിരിച്ചിങ്ങനെ വന്ന് മെഡിക്കൽ കോളേജിൽ ഇവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അത്തരൊരു സാഹചര്യം വന്ന വഴിക്ക് വഴിയിൽ അവരെവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറ്റിയിരുന്നെങ്കിൽ ടീച്ചർ പുറത്തായിരുന്നെങ്കിൽ ടീച്ചറിനത് മനസ്സിലായി അവസ്ഥ മോശമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അവർ ബൈക്കിലായിരുന്നുവെങ്കിൽ അവർക്കത് കാണുമ്പോൾ മനസ്സിലാകുമായിരുന്നു ഏതൊരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലായിരുന്നവർ അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അടുത്തുള്ളത് കയറ്റിയിരുന്നവർ ആ കുഞ്ഞിന്ന് ഞങ്ങളുടെ കൂടെ കാണുമായിരുന്നു. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്. എത്ര വർഷം ഈ മെഡിക്കൽ ഫീൽഡ് ഉണ്ടായിരുന്നു? 30 വർഷം. അപ്പോൾ ഇതുപോലെ ധാരാളം കേസുകൾ കണ്ടതാണ്. ഇതുപോലെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ആൾക്കാരെ രക്ഷിച്ചെടുത്തിട്ടുമുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ രക്ഷിച്ചെടുക്കുന്നത്. പക്ഷെ എൻ്റെ കുഞ്ഞിനെ മാത്രം രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇത്രയും ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഹോസ്പിറ്റലിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അതവരൊക്കെ അന്വേഷിക്കട്ടെ, എങ്ങനെയാണ് ഒരു കുഞ്ഞ് വിട്ടതെന്നും ഈ രീതി കൂടെയാണ് അയച്ചതെന്നൊക്കെ. അതൊക്കെ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തട്ടെ പോലീസ്. അല്ലാണ്ട് അവരതിനെക്കുറിച്ചൊന്നും ഇനി നമുക്ക് കൂടുതലായിട്ട് പറയാനില്ല. ഇതിനകത്ത് ഈ പെൺകുട്ടികൾ മാത്രമല്ലാതെ ആണുങ്ങൾ വല്ലതും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഈ പെൺകുട്ടികളുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചൊക്കെ പത്തനംതിട്ട സംസാരിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള വല്ല മോള് വല്ലതും നേരത്തെ പറഞ്ഞു വല്ലോ? മോള് പറഞ്ഞ് അവളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. അത് വേറെ ഒന്നും അവൾ പറയത്തില്ല. അവൾ അങ്ങനത്തെ ഒരു കുട്ടിയല്ലായിരുന്നു. അവൾ അതുകൊണ്ട് തൊഴുതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേരെ. ഫ്രണ്ട്ഷിപ്പ് എനിക്ക് താല്പര്യമില്ല, എൻ്റെ വഴിക്ക് വിട്ടാൽ മതി എന്നൊക്കെ. അത് പ്രിൻസിപ്പളാണ് പറഞ്ഞത്. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് ദിവസമുള്ള എങ്ങനെയെങ്കിലും ദിവസം കഴിഞ്ഞ് പൊക്കോട്ടെന്ന് തൊഴുതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെയും നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി ഒരു കുഞ്ഞ്. അവളത് സ്വന്തമായിട്ട് ചെയ്യത്തില്ലെന്നാണ്. അങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് ഈ പറയുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഈ ഓൺ ദ വേയിൽ എന്തെങ്കിലും വാർഡന്മാർ ചെയ്തോ എന്ന് കൂടി സംശയിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംശയം അത് നമുക്കറിഞ്ഞതാണ്. അവരാകുമ്പോൾ നമ്മൾ തെറ്റുകൾ ആരെക്കുറിച്ചും പറയും. പക്ഷെ അവർ ഫ്രണ്ടിൽ പോയിരുന്നാലും നമുക്ക് ഒരു ഇതുണ്ട് ഇപ്പോഴും. അവർ ഇത്രയും വയ്യാതൊരു കുഞ്ഞ്, പ്രത്യേകിച്ച് അവരെ ക്ലാസ്സിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറായിരുന്നു. അത് അങ്ങനെ അവർ ആ ഒരു കുഞ്ഞിനെ ഇവരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അവർ ഇതായിട്ട് അവരുടെ സേഫായിട്ട് ഇരുന്നപ്പോൾ അതിലൊരു വിഷമമുണ്ട് ഇപ്പോഴും നമുക്ക്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായതുകൊണ്ട് അവരുടെ ഫ്രണ്ടിൽ കയറി ഇരുന്നതില്ല. വാർഡന്മാർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും നോളജ് ഒന്നും ഇല്ലല്ലോ. അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടല്ലോ. കുഞ്ഞിപ്പം കാര്യം അത് അറിഞ്ഞൂടല്ലോ അവർക്ക്. കാരണം അവർ ഇതിനെ പറ്റിയിട്ടൊന്നും അവർക്ക് ഫുള്ളി ബോധമിടല്ലോ. അവർ കാരണം കുഞ്ഞ് ഉറങ്ങുമെന്ന് വിചാരിച്ച് കാണും ചിലപ്പം. അല്ല, നമ്മളാരെയും ആവശ്യമില്ലാതെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാറുമില്ല, ചെയ്യത്തുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ വളർത്തിയ കാര്യം ഈ ഞങ്ങളുടെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ബസ്സേ കയറ്റി നിങ്ങളെ വിട്ട് അതുപോലെ കൈവെള്ളിലെ കൊണ്ട് നടന്നാണ് ഈ 2 കൊല്ലം മുമ്പ് വരെ ഞാൻ രാവിലെ ഇവിടുന്ന് ഒരു 3 മണിയാകുമ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ പത്തനംതിട്ട കൊണ്ടുവിടും. ശനിയാഴ്ച അവൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച അവളെ അവിടുന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ കൊണ്ടുവന്നാണ്. ഇപ്പം 2 കൊല്ലമേ ഉള്ളൂ ഞാൻ അവളെ ബസ്സിൽ വിടാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ള വളരെ അടുത്ത കൂട്ടുകാരുമൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലട. കാരണം അവൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പോലും അറിഞ്ഞൂടെ. ഞാൻ പതുങ്ങിയാണ് നടക്കുന്നതൊക്കെ അടുത്തേക്ക്. അതുകൊണ്ട് മാത്രമാണ് ബസ്സിൽ വിട്ട്. ഇപ്പോഴാണ് 2 കൊല്ലം കൊണ്ടാണ് ബസ്സിൽ വിടുക. അതും ഞാൻ എവിടെ അവൾ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെ അവളെല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. ഒരു കാര്യം അവൾ ഒളിച്ചു വെക്കുക. പിന്നെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് അംബീഷനുള്ള ഒരു കുട്ടിയായിരുന്നു. അവൾ ഇന്നതാകണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അതൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങളുടെ വിധി, ഞങ്ങളുടെ കുഞ്ഞ് പോയി. ഇപ്പം നമ്മളിനി ഇവർക്ക് ശിക്ഷ കിട്ടിയാൽ നമ്മുടെ കുഞ്ഞ് തിരിച്ചു വരും. പക്ഷേ ഇനി ഒരു കുട്ടിക്ക് ഞങ്ങളിതിൻ്റെ പുറകിൽ ഇറങ്ങി തിരിച്ച് തന്നെ ഈ കുട്ടികളെ പോലെ ഇനി ഒരു കുട്ടികളും പ്രവർത്തിക്കരുത്. എല്ലാ രക്ഷകർത്താവ് ഓരോ പ്രാവശ്യവും പറയും ഇങ്ങനെ. ഓരോ കുഞ്ഞുങ്ങളും നഷ്ടമാകുമ്പോഴും ഓരോ രക്ഷകർത്താവ് ഇരുന്ന് പറയും. പക്ഷേ അത് തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വരുവാണ്. കാരണം ഇത്രയും ധാർഷ്ട്യമായിട്ട് പ്രിൻസിപ്പൾ എഴുതി ഈ പ്രിൻസിപ്പളിന് അവർ രേഖാമൂലം എഴുതി കുറ്റസമ്മതം എഴുതി കൊടുത്തതിന് ശേഷം അന്ന് വൈകിട്ട് തൊട്ടും ഇവളെ ഇങ്ങനെ പീഡിപ്പിക്കും. അത്രമാത്രം ആ കുട്ടികളുടെ ധാർഷ്ട്യം ഉണ്ടെന്ന് എത്രമാത്രം അനുസരണയുണ്ട് അവർക്ക്. കാരണം ഈ ഇങ്ങനെയുള്ള ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷണൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് സ്നേഹവും സന്തോഷവും എല്ലാം കാണിക്കാൻ വേണ്ട ഒരു പ്രൊഫഷനാണ്. ആ ഒരു പ്രൊഫഷനിൽ ഇതുപോലെയുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തിയിട്ട് ഇതൊക്കെ എവിടെയാണ് ഈ ജോലിയിൽ എങ്ങനെ ഏത് രീതിയിൽ എത്തിച്ചേരും ഈ കുട്ടികളെ എങ്ങനെ? കാരണം നമ്മളൊരു നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അത്രയും കരുണയും ആ ഒരു സ്നേഹവും വേണ്ട ഒരു പ്രൊഫഷനാണ്. ചില സമയത്തൊന്നും നമുക്കത് പറ്റത്തില്ല. എന്നാൽ പോലും നമ്മൾ ആ പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുക അതൊക്കെ നിൽക്കേണ്ട ഒരു പ്രൊഫഷനിലുള്ള ആൾക്കാരാണിത്. ഇവർ ഈ ഇത്രയും സ്വന്തം സഹപാഠിയോട് ഈ
ക്രൂരത കാണിച്ചപ്പോഴത്തേക്ക് അവർ ജോലി കിട്ടി അല്ലെങ്കിൽ വേറെ ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു മീനിങ് മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടികൾക്കുള്ള ആ ഒരു രീതി ഒന്നാലോചിച്ച് നോക്കണം നമ്മളെ. കാര്യം എന്താ വെച്ചാൽ അവരെങ്ങനെ അവരുടെ പ്രൊഫഷണലിൽ എത്തിക്സ് മാനേജ് ചെയ്യുമെന്നുള്ള അവർക്ക്, കാരണം സ്വന്തം കൂടപ്പുറപ്പായിട്ട് കരുതേണ്ട കുട്ടിയാണ്. ഇത് ശരിയായിട്ട് ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നില്ല നേരത്തെ? സുഹൃത്തുക്കളായിരുന്നു. അന്ന് ഇവരെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ അച്ഛൻ? ഇവിടെ വന്നിട്ടില്ല. മോന്റെ കല്യാണം ഈ റാഷി എന്ന് പറയുന്ന കുട്ടിയൊക്കെ നമ്മുടെ ഇവിടെ വന്ന് 2 ദിവസമൊക്കെ താമസിച്ചിട്ടുള്ള കുട്ടിയാണ്. അത് ശരി. പക്ഷെ അഞ്ജന മറ്റേ അലിയന അവരുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് സർക്കിള് മോന്റെ കല്യാണം May 5-നായിരുന്നു. അന്ന് അവരെല്ലാവരും കൂടി വന്ന് കല്യാണം എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് തിരിച്ചു പോയ കുട്ടികളാണ്. അപ്പം ഇതാണ് ഇപ്പം ഈ ആലപ്പുഴ പോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉടഞ്ഞെടുത്തെന്ന് തോന്നുന്നു അല്ലയോ? പൈസയുമായിട്ടുള്ള അന്നാണ് തുടങ്ങിയത്. കാരണം ഇവളെന്നോട് ചോദിക്കാതെ എങ്ങും പോകത്തില്ല. അന്നേരം അത് അവൾ ടീച്ചറിനോട് പറഞ്ഞു. പിന്നെ ഈ ടൂർ കോർഡിനേറ്റർ, പിന്നെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ഹരാസ് ചെയ്യുക എന്നുള്ള ഇവർക്കൊരു എന്തോ. പിന്നെ നമ്മൾ ഈ വളരുന്ന സാഹചര്യവും നമ്മൾ ആ ഒരു രീതി ഉണ്ടല്ലോ, അതെപ്പോഴും ഒരു വലിയൊരു ഫാക്ടറാണ്. ആദ്യം നിങ്ങളോട് പറഞ്ഞത് കാല് വഴുതി വീണെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. ഇല്ല, ആദ്യം പറഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് ഈ വാർഡനാണ്. അവർ നല്ലൊരു കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്. അവർ ആദ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ തട്ടിമറിഞ്ഞ് വീണ് കാലൊടിഞ്ഞു എന്നാണ് പറഞ്ഞത്. കാലൊടിഞ്ഞു എന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ രണ്ടാമതാണ് പറഞ്ഞത് തുണി വിരിക്കാൻ പോയപ്പോഴത്തേക്ക് ടെറസിൽ നിന്ന് വീണ് എന്ന് പറഞ്ഞു. പിന്നെ ഹോസ്റ്റലിൽ വിളിച്ചപ്പോഴാണ് പറഞ്ഞു മോളിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുമാതിരി. അമ്മ അവസാനം സംസാരിച്ചത് ഇവിടുന്ന്? അല്ല, ഞാനാണ് അവസാനം സംസാരിച്ചത് കുഞ്ഞിനോട്. അന്നേരം അവൾ അച്ഛാന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ഇവൾ വിളിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഒന്നുമില്ല. അങ്ങനല്ലേ പറഞ്ഞു, വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്ര വേറെ ഒന്നും പറഞ്ഞു. ഞാനിങ്ങനെ ചെയ്തു പോയെന്നോ സോറിയോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അല്ല, ആരെങ്കിലും തെളിയിട്ടൊന്നും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. വേറെ ഒന്നും പറഞ്ഞില്ല. അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഇത്ര പറഞ്ഞു ചെയ്തതിന് ചെവിയിലേക്ക് ഫോൺ വയ്ക്കുക, ഉടനെ തന്നെ അങ്ങ് മാറ്റുന്ന ആ ഒരു. അല്ല, അത് നമ്മൾ സംസാരിക്കുമ്പോൾ കുഞ്ഞിനൊന്നും സംസാരിക്കാനുള്ള അവസരങ്ങളും കൊടുക്കേണ്ടതല്ലായിരുന്നു അത്? അല്ല, അവർ പറയുന്നത് ശ്രീകാര്യം നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ട് വന്നല്ലേ അവർ പറയുന്നത്. ശ്രീകാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തല്ലേ? അവിടം വരെ വന്നപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വ്യത്യാസമല്ല മെഡിക്കൽ കോളേജ്. അവിടം വരെ സംസാരിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പം വലിയ അനാസ്ഥ കാണിച്ചത് ടീച്ചർ കയറി മുന്നിലിരുന്ന് കളഞ്ഞതാണ്. സ്വന്തം മോളാണെങ്കിൽ തലയെടുത്ത് മടി വെച്ചിട്ടല്ലേ അവരിയ്ക്കത്തുള്ളൂ ശരിയായിട്ടും. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ, എനിക്കൊന്നും ഇല്ല എന്നുള്ള ജാക്കിൽ സുഖിച്ച ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുമോ? എന്തായാലും നമുക്ക് തീരാ നഷ്ടം. നമുക്ക് ജീവിതകാലം മൊത്തം നമ്മുടെ കുഞ്ഞു പോയി. അത്ര ഇവരെയൊക്കെ അവിടെ പോകുമ്പോൾ ഇവരോടൊക്കെ സംസാരിക്കും. ഇവർക്ക് ഇവിടുന്ന് പോകുമ്പം മോള് പോകുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തയക്കത്തില്ലേ അവർക്ക് കഴിക്കാനൊക്കെ? കറികളായാലും ഭക്ഷണമായാലും ഒക്കെ നമ്മളിലുണ്ടായി കൊടുത്ത് വിടുന്നതാണ്. ഇതെല്ലാം ഇവർ കഴിച്ചിട്ടുമുള്ളതാണ്. കുട്ടികളുടെ വാശിയും പിന്നെ ഇതുപോലെ ഒരു പ്രിൻസിപ്പൾ ഏതായാലും രേഖകളൊക്കെ പോലീസിനെ ഏൽപ്പിച്ചു എന്നുള്ളതൊരു സമാധാനം. തീർച്ചയായിട്ടും. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണങ്ങളൊക്കെ നിങ്ങൾക്ക് തൃപ്തികരമാണ്? തീർച്ചയായിട്ടും. പോലീസുകാർ വളരെ നിങ്ങളുടെ ഈ അവസ്ഥയെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്? അവരുടെ നമുക്കൊരു വലിയ സഹായവും നമുക്കൊരു വലിയൊരു തീർച്ചയായിട്ടും ഈ ഒരു പോലീസ് ടീമിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാര്യം അവരെ അവരുടെ DYSP സാറൊക്കെ പെരുമാറ്റമൊക്കെ വളരെ നല്ല രീതിയിലാണ്. അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ അദ്ദേഹം വളരെ കാര്യമായിട്ടാണ് നമ്മളോട്. ഒരു വീട്ടിൽ അംഗത്തെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം. അല്ല, നമുക്കെല്ലാം മക്കളുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാം ആ വേദന ശരിയായിട്ടും ഒരമ്മയുടെ വേദന പറഞ്ഞാൽ അത് നമുക്ക് അറിയാം കൃത്യമായിട്ട്. കാരണം അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. മോള് പഠിക്കാനൊക്കെ മിടുക്കിയല്ലായിരുന്നു? വളരെ മിടുക്കിയായിരുന്നു. അവൾക്ക് സപ്ലിമെൻ്റ് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ MBBS അങ്ങനെയുള്ള? അല്ല, അവളുടെ CET-യിൽ അഡ്മിഷൻ കിട്ടിയതാണ്. അവള് CET-യിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ശ്രീകാര്യത്ത് കിട്ടിയതാണ്. 1.5 മാസം അവിടെ പോയി പഠിച്ചു. ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ ചേർന്ന് 1.5 മാസം പഠിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് നഴ്സിംഗിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ ആയില്ല. അപ്പോൾ സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഇനി ഇത് കിട്ടാണ്ട് വന്നെങ്കിലും എന്ന് കരുതിയാണ് CET പോയി ചേർന്നത്. CET പോയി ചേർന്ന് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് നഴ്സിംഗിന് ഒരു അലോട്ട്മെന്റ് കിട്ടിയത്. അങ്ങനെ നമ്മളവിടെ TC വാങ്ങിക്കാനായിട്ട് നമ്മൾ ചെന്നപ്പോഴേക്കും അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞതാണ്, ഇവിടുത്തെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നഴ്സിംഗിന് CET പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇത്രയും നല്ലൊരു കോഴ്സ് കിട്ടിയിട്ട് എൻ്റെ ഇതിൽ ആദ്യമായിട്ടാണ് ഒരു TC വാങ്ങിച്ചു പോകുന്ന ആദ്യത്തെ കുട്ടിയാണെന്ന് സാറ് പറഞ്ഞു. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ എന്നല്ല, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു ബ്രാഞ്ച്, അതും ഇവിടുന്ന് പോയി വരാവുന്ന രീതിയിൽ ബ്രാഞ്ച് കിട്ടിയിട്ട് അവളുടെ ഒരു നല്ല പാഷനായിരുന്നു അവർക്ക്.
നഴ്സിംഗ് അല്ല, നിങ്ങളെല്ലാം ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്കും അതിനകത്ത് അതുകൊണ്ട് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം 30 വർഷമായിട്ട് ജോലി അതിൻ്റെ ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആ കുഞ്ഞിന്. ഞാനും ഫാർമസിസ്റ്റാണ്. എല്ലാവരും ഈ ഒരു മെഡിക്കൽ ഫീൽഡായതുകൊണ്ടാണ് ഇരിക്കും അവർക്ക് ആ ഒരു പാഷൻ തോന്നിയുള്ളത് കളഞ്ഞിട്ട് പോയത്. ഇവിടെ എല്ലാം അടുത്ത ആ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഭയങ്കര ഇതുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. ഈ 1.5 മാസം പോയി നിന്നതേ ഉള്ളെങ്കിലും അവർക്കെല്ലാം അന്ന് ആദ്യമൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഇതായത്. അപ്പോൾ ഇപ്പോഴും അവരോട് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. ഈ അടുത്ത നാളിൽ അവർക്ക് എല്ലാവർക്കും ക്യാമ്പസ് സെലക്ഷൻ വഴി എല്ലാവർക്കും ജോലി, അവരുടെ കോഴ്സ് കഴിഞ്ഞു. ഇവർക്ക് ഒരു 6 മാസം കോവിഡ് ബാച്ചാണ് ഇവര്. പോയതുകൊണ്ടുള്ള ഇതാണ്. അത് വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇപ്പോഴല്ല നേരത്തെ തോന്നിയിട്ടുണ്ടോ? പിന്നെ അങ്ങനെയില്ല, എല്ലാവർക്കും ജോലി ഇപ്പം തോന്നുന്നുണ്ടല്ലേ? പക്ഷെ എനിക്കിപ്പം തോന്നുന്നുണ്ട് അത് നമ്മൾ വിട്ടില്ലായിരുന്നു വരികയും ഇപ്പം നമ്മുടെ കൺവട്ടന്ന് പോയി വരുമല്ലയോ, അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ കൊണ്ട് ആക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇതിപ്പം അതൊക്കെ നമ്മളിങ്ങനെ പോയി ചിന്തിക്കുമ്പോൾ പലതും ചിന്തിക്കുമല്ലായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ അത് തോന്നുന്ന പോലെ ഇപ്പോഴും നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒക്കെ. പക്ഷെ പിന്നെ അതിലോട്ടങ്ങ് ഒരു അക്സെപ്റ്റ് ആയായിരുന്നു. മറ്റേതെന്ന് വെച്ചാൽ 1.5 മാസം പോയപ്പോഴേ മറ്റത് കിട്ടാതെ അങ്ങോട്ട് വന്നപ്പോഴേക്കും പറഞ്ഞു, ഞാൻ ഇതിന് തന്നെ ഇങ്ങനെ ആയിക്കോളാം, എനിക്ക് ഇനിയിപ്പം ട്യൂഷനൊക്കെ തന്നാൽ മതി, എല്ലാ ചില പ്രയാസമുള്ളതിനൊക്കെ ഞാനത് പഠിച്ച് ഇങ്ങനെ എടുക്കാം എന്നൊക്കെ ഒരു മനസ്സുകൊണ്ടൊരു അക്സെപ്റ്റ് ആയിരുന്ന സമയത്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനായ നഴ്സിംഗിലേക്ക് വീണ്ടും അലോട്ട്മെൻറ്റ് കിട്ടും. ഇപ്പം കോഴ്സ് തീരേണ്ട സമയമായിരുന്നു. കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞു 10 ദിവസം. ആ 10 ദിവസം കൂടെ അവർക്ക് ശല്യം ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അവർക്ക് ടൂറായിരുന്നു. ഈ 24th ടൂറിന് അവർ പോകുന്ന ആ സമയം തന്നെയാണ് ഇവിടെ മോൻ്റെ അടുത്ത് ചെന്നൈക്ക് പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേണുമായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു, മോനെടുത്ത് കൊടുത്തു. അതൊക്കെ അവിടെ പോകുന്നുണ്ട്, നോക്കി അറിയാം. അവർ ഇവിടുന്ന് 8 മണിക്ക് എങ്ങാണ്ടാണ് പോകുന്നത്. അപ്പോൾ മോക്കാണെങ്കിൽ 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് പറയാതെ എന്നെ 4 മണിക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ട് ആക്കണം വെച്ചാൽ. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഫോൺ എടുത്ത് എൻ്റെ ചേട്ടനെ ഞെട്ടിക്കും. ഞാൻ എയർപോർട്ടിൽ കോളേജിലൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. വെച്ചാൽ അവർ എല്ലാവരും കരുതും ഞാനിവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് കരുതും. അവരൊക്കെ ടൂറിന് പോകുമ്പോൾ ഞാൻ അതിനേക്കാൾ വലിയ ഇതായിട്ട് പോകുന്നു. അതിന് വേണ്ടി സർപ്രൈസ് കൊടുത്ത് ഞാൻ അതിന് വേണ്ടി തന്നെ അതിന് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സ്പെക്സ് അതുപോലെയൊക്കെ സ്പെക്സ് ഭയങ്കര ഇതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചൊക്കെ വെച്ച് ഇവരെ വീഡിയോ കോളിൽ കൂടെയൊക്കെ കാണിച്ച് എങ്ങനെയുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വെച്ചൊക്കെ കാണിച്ചെന്ന് ഇവർ പറയുന്നു. അത് നമ്മൾ കണ്ടില്ല. അവർ മോനെ വൈഫിനെയും വെച്ച് കാണിച്ചെന്ന് ചേരുന്നുണ്ടോ. നമ്മളെ വളർത്തിയത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. നമ്മളെ കണ്ടാണ് അവൾ വളർന്നത്. അപ്പോൾ എന്തൊക്കെ രീതിയിൽ കൂടെയൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് എങ്ങനെ പെരുമാറണമെന്നും അവൾക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അവൾക്ക് നമ്മളെക്കാൾ ഒരുപാട് കൂടെ മുമ്പിലുള്ള ബുദ്ധിയിലുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർക്കെന്തോ കൊടുത്തിട്ടുണ്ടെന്ന് അവളുടെ ആ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് വരെ അവൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തുറന്ന് പറയില്ല. പക്ഷേ കിട്ടിയവർക്ക് അറിയാം എന്താണ് അമ്മു കൊടുത്തിട്ടുള്ളതെന്നും അമ്മു അവർ അച്ഛനോട് വന്ന് പറഞ്ഞ് എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്ക് വേണ്ടി സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പറയില്ല. അങ്ങനെ സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ 3 പേര് അനുഭവിച്ചിട്ടുണ്ടോ? അതൊന്നും നമ്മൾ പറയില്ല. എല്ലാവർക്കും അവരുടെ ഈ ബന്ധമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അവൾ എൻ്റെ അടുത്ത് പറയും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഇപ്പോൾ അവൾ ഈ ലിയോ നമ്മുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, ലയൺസ് ക്ലബിൻ്റെ ലിയോ ക്ലബിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അന്നേരം എൻ്റെ കൂട്ടുകാരി ഞാൻ ലയൺസ് ക്ലബിൻ്റെ തിരുവനന്തപുരം സിറ്റി ലയൺസ് ക്ലബിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ സെക്രട്ടറി ആയിരുന്നു. അന്നേരം എന്നുവെച്ചാൽ ഞങ്ങളൊരു കുടുംബമാണ്. എൻ്റെ കൂട്ടുകാരോട് തന്നെ അവൾ ആരോടെങ്കിലും ഈ വിഷമം ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചു പറയാം, അങ്ങളെ കുറച്ച് സഹായിക്കണം, അങ്ങളെ അങ്ങനെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള നല്ല മനസ്സിലുള്ള കുഞ്ഞായിരുന്നു. അല്ല, അതിനകത്ത് കേട്ട് ഞാൻ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ ഒരു കുട്ടി പഠിക്കുന്നത് കണ്ടിട്ട് അവർക്കൊരു സഹായം ചെയ്യാനായിട്ട് സഹായമായിട്ടൊന്നും സഹായമല്ല, അതൊരു സമ്മാനമായിട്ടാണ് കൊണ്ട് കൊടുത്തത്. അതങ്ങനെ അവൾ ചെയ്യുന്നൊന്നും നമുക്കങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. അവളെല്ലാവരുമായിട്ടും ആ ഒരു അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അതിനും ഇപ്പം നമ്മളും അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മെഡിക്കോളേജ് കിടക്കുന്ന പേഷ്യൻ്റ് ആയാലും അല്ലെങ്കിൽ വേറെ ആയാലും നമ്മളതുപോലെ ആ ഒരു രീതിയിലാണ് നമ്മളിന്നുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിനാണ് ഈ ഒരു ഗതികേട് വന്നത്. അവളെ അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒക്കെയൊന്നും പറയാനില്ല. കാരണം അവളുടെ പിന്നെ പതുങ്ങിയ നേച്ചറാണ്, ആരോടും മഴക്കിടാറില്ല, ഒരു ഒതുങ്ങി. ഇന്ന് വരെ അവൾ ഈ 50 കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലാണ്, അല്ലെങ്കിൽ 40 പേര് പഠിക്കുന്ന ഹോസ്റ്റലാണ്. ഈ ഒരു റൂമിൽ അവൾ പോകത്തില്ല. അവളുടെ റൂമിൽ തന്നെ ഇരിക്കാറുള്ളൂ. പുറത്ത് ഈ ബാക്കിയുള്ള എല്ലാ കുട്ടികളോടും ചോദിച്ചാലും അവളൊരു റൂമിലും കയറി ഇറങ്ങി നടക്കില്ല. ഒരു കാരണവശാലും അവൾ എല്ലാ ഒരു റൂമിലും കയറത്തില്ല. പിന്നെ ഒത്തിരി ഫ്രണ്ട്സും അങ്ങനെ ഇല്ല അവൾക്ക്. എന്നുവെച്ചാൽ കുറച്ച് ഫ്രണ്ട്സ് കാണും, അവരുമായിട്ട് ഭയങ്കര
ആത്മാർത്ഥതായിട്ടുള്ള പെരുമാറ്റമായിരിക്കും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുക ഉണ്ട് എന്നെങ്കിൽ കൂടിയും ഒക്കെ ഒരു വലിയൊരു മിംഗ്ലിംഗ് ഇല്ല. എല്ലാവരുമായിട്ടും ഉള്ള ഒരു, അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മക്കളെ, അങ്ങനെ ആവരുത്. എല്ലാവരുമായിട്ട് നമ്മൾ ഇതാവണം. പക്ഷെ ആ ഒരു ഇതേ ഉള്ളൂ. എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നവരെ അങ്ങേറ്റവും അങ്ങ് സ്നേഹിക്കും. ഇപ്പോൾ ഇവരെ മാറ്റിയതിന് ശേഷം അവർ 2 പേരുണ്ടായിരുന്നു. ഒരു കുട്ടി പിന്നെ അവധിക്ക് നാട്ടിലേക്ക് പോയിരുന്ന സമയത്താണ്. അങ്ങനെ മോള് മാത്രമായിരുന്നു ആ മുറിക്കകത്ത്. അത് വേറൊരു കോന്നി കോളേജിലെ ഇവിടെ കോളേജിലെ കുട്ടിയല്ല, ക്ലാസ്സിലെയും കുട്ടിയല്ല, കോന്നി NSS ആർട്സ് കോളേജിലെ ഒരു കുട്ടിയാണ്. അതുമായിട്ട് അതിന് വലിയ ഇപ്പോഴല്ല, നേരത്തെ തൊട്ടേ വലിയ കാര്യമായിരുന്നു. ആ കുട്ടി ഒരു ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അതിനകത്ത് ചെറിയൊരു കുട്ടിയാണ്. അന്നേരം അതിന് വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ അതും ആ കുട്ടി ഇവിടെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് വലിയ കാര്യമായിട്ടാണ് നിന്നത്. അന്നേരം അതിനിപ്പോൾ സ്റ്റഡി ലീവ് ആയതുകൊണ്ട് അതിൻ്റെ വീട്ടിൽ പോയി. ആ സമയത്താണ് അത് വരുമായിരുന്നു. അത് 18-ാം തീയതി അതിന് എക്സാം തുടങ്ങുകയാണ്. മൺഡേ വരെ വരുമായിരുന്നു. അതിന് തന്നെ പിന്നെ ഫ്രൈഡേ ഇതായി സംഭവിച്ചു. ആ കുട്ടി എങ്ങനെ റൂമിലുണ്ടായിരുന്നു കരുകി ചിലപ്പം ചെല്ലെന്ന് പറഞ്ഞ ചേച്ചിന്ന് വിളിച്ചുകൊണ്ടുള്ള ആ ഒരു ഇത് എന്തോ മനസ്സിന്ന് ഷെയർ ചെയ്യാനുള്ള എന്തോ ആയിരുന്നു നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഒളിപ്പിക്കുന്നവർക്ക് വിളിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അറിയുള്ളൂ. നമുക്കൊന്നും പറഞ്ഞുകൂടാ. അല്ലത് വിളിച്ച് മേളിൽ കൊണ്ടുപോയിട്ട് തെളിയിട്ടതാണോ? അങ്ങനെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉണ്ടോ? എന്തുവാണെന്ന് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല. ഇല്ല, അതിനിപ്പം 2 ദിവസം എടുക്കത്തില്ല. ഈ ഫോറൻസിക്കും ഫിംഗർ പ്രിൻറ്റും ഇവരുടെ മെഡിക്കൽ ഇതെല്ലാം നോക്കിയിട്ടല്ല അവർ ഇത്രയും ഇങ്ങനെയുള്ളൊരു കേസായതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടല്ല തരത്തുള്ളൂ. അത് നമുക്ക് തരത്തില്ലല്ലോ. മുനിസിപ്പലിറ്റിനെല്ലാം ഡയറക്റ്റ് പോകും. എൻ്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ പറയും. എൻ്റെ കുഞ്ഞ് ആ മെഡിക്കൽ കോളേജിൻ്റെ ക്വാർട്ടേഴ്സിലാണ് അവൾ വളർന്നത്. ഇത്തിരി ഈ പ്രായം തൊട്ട് ജനിച്ച് വീണ പ്രായം തൊട്ട് ആ ഒരു ഏരിയയിൽ പോയി അന്വേഷിച്ചാൽ അറിയാം അവൾ എങ്ങനെയായിരുന്നു, എൻ്റെ മക്കൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു എന്ന്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇപ്പം 4 വർഷം ആയതേ ഉള്ളൂ. വീട് വച്ചിട്ട് 6 വർഷമായെങ്കിലും നമ്മൾ ഇവിടെ +2 കഴിഞ്ഞിട്ടാണ് മോനും. അപ്പോൾ എല്ലാം കഴിയട്ടെ എന്ന് കരുതി നമ്മൾ അവിടെ തന്നെ താമസിക്കുകയായിരുന്നു. ക്വാർട്ടേഴ്സിൽ നിന്ന് മാറി വീട് വാടകയ്ക്കെടുത്ത് വെച്ചാൽ ഇവർക്ക് ട്യൂഷനൊക്കെ വിടാൻ വേണ്ടിയൊക്കെ സൗകര്യം അവിടെയല്ലേ. ഇവിടെ ആകുമ്പോഴേക്കും ദൂരം കൂടുതലില്ലെന്ന് കരുതി അതിനുവേണ്ടി കഴിഞ്ഞ് ഈ +2ൻ്റെ റിസൾട്ടും എല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ അവൾ ജനിച്ചു വളർന്ന് അവളുടെ ഒരു പ്രായത്തിൻ്റെ വരെ അവിടെയായിരുന്നു. അപ്പോൾ ആ പരിസരത്ത് അവിടെയുള്ള ആൾക്കാരോട് ആരോട് ചോദിച്ചാലും എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്കറിയാം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ളവരുമായിട്ട് അത് തന്നെ അതിനത്ര സാഹചര്യം ഉണ്ടാവുന്നില്ല. പിന്നെ ഇങ്ങനെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നേഴ്സിങ്ങിന് അല്ലെങ്കിൽ പഠിക്കാൻ പോയില്ല. +2 കഴിയുമ്പോൾ ഇനി അടുത്തത് പിന്നെ ഇങ്ങനെ വരുമ്പോഴും. പക്ഷേ എല്ലാം +2-ലല്ല. പിന്നെ ഇപ്പം സെൻറ്റ് മേരീസിലാണ് പഠിച്ചത്. അവിടുത്തെ പ്രിൻസിപ്പളായാലും വിളിച്ച്, നെൽസൺ ബാറായാലും വിളിച്ച് പറഞ്ഞ് അവിടുത്തെ സാറന്മാരെല്ലാം വന്നു. അവളോട് +2-ന് പഠിച്ച കുട്ടികളെല്ലാം വന്നു. അന്നേരം അവരുടെ ആരുമായിട്ടെങ്കിലും അങ്ങനെ ഒരു നല്ല രീതിയിലല്ലെങ്കിൽ അവരെല്ലാം വീണ്ടും ഓർത്ത് ഇത്രയും വീണ്ടും 4 കൊല്ലമായി നമ്മളിവിടെ വരൂ. കാരണം അവൾ അത്രയ്ക്കൊരു പാവമായിരുന്നു. ഒരു കുഞ്ഞിനെ ഇത് പറ്റി പോയി. ഒരു ചെറിയ പിണക്കത്തിൽ നിന്ന് തുടങ്ങി അവർ വലുതാക്കി അവളെ മാനസികമായിട്ട് അങ്ങ് തകർത്തു കുഞ്ഞിനെ. കാരണം വെള്ളിയാഴ്ച എന്താ നടന്നതെന്നുള്ളത് ഇനിയിപ്പം പോലീസുകാർ കണ്ടുപിടിച്ച് നമ്മളോട് പറയുമായിരിക്കും. അച്ഛനൊരു മെയിൽ കൊടുത്തായിരുന്നു. ഞാൻ 2 മെയിൽ കൊടുത്തിരുന്നു. ആ മെയിലിന് റിപ്ലൈ വന്നായിരുന്നു? ഇല്ല. പക്ഷേ മെയിലിൽ പ്രിൻസിപ്പൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ 3 കുട്ടികളെ കൊണ്ടും അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ എഴുതി പ്രിൻസിപ്പളിന് കൊടുത്തിട്ടുണ്ട്. മെയിലിൽ ഇത് ആവർത്തിക്കത്തില്ല, ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞാണ് കൊടുത്തത്. അപ്പം പിന്നെ കോളേജ് അവരെ സസ്പെൻഡ് ചെയ്തല്ലോ. അതേതായാലും അങ്ങനെ ഒരു മെയിൽ കൊടുത്തതും അങ്ങനെ ഒരു ആക്ഷൻ എടുപ്പിച്ച് വെച്ചതും നല്ലതായി. അതുകൊണ്ട് അതിന് ഏതായാലും അത് പ്രിൻസിപ്പൾ അത് മുക്കാതെ അത് പോലീസിൽ കൊടുത്തു. ഞങ്ങൾക്ക് അതങ്ങനെ അതൊരു വലിയ ഒരു കാര്യമാണ്. അങ്ങനെ കൊടുത്തല്ലോ. മുക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം കൂടെ പ്രതിയാകുന്ന കേസാണ്. കാരണം നമ്മൾ പോയി പറഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം അങ്ങനെ ഒരു ടൈപ്പല്ല. കാരണം പുള്ളി വന്നപ്പോഴും ആദ്യമൊക്കെ പുള്ളി റിട്ടയർഡ് ആകാൻ പോവുകയാണ്. കാരണം പുള്ളിയുടേതായ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ. കാരണം അതൊരു ഗവൺമെൻറ് കോളേജാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പുള്ളി മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻറ്റേർണൽ കമ്മിറ്റികളുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളിയെല്ലാം റെക്കോർഡ്സ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തു. ഇനി ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടെ വന്ന ടീച്ചർ നല്ലൊരു അലംഭാവമാണ്. ആ കൂടെ വന്ന ടീച്ചർ അതിനകത്താണ് നിങ്ങൾക്കൊരു വിഷമമുള്ളത്. അവർക്കെല്ലാം അറിയാമല്ലോ. കാരണം ഈ ഒരു MSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു ലേഡിയാണ്. അവർക്കെല്ലാം അറിയാകുമ്പോൾ അവർ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വന്നാൽ പോലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈവൻ പുറയിലിരിക്കുന്ന ആൾക്കാരെ
ഒരു ഗൈഡ് ചെയ്യാനെങ്കിലും അവർക്ക് പറ്റുമായിരുന്നു. അല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കാന്നല്ല, അത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സമയത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതല്ല. ശ്രീകാര്യം വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ പേരെന്താ അവരുടെ ആ ടീച്ചറിൻ്റെ? ലീട്ട എന്നാണ് എന്തോ. ക്ഷമിക്കാൻ തയ്യാറാവത്തില്ല ഒരിക്കലും. എൻ്റെ കുഞ്ഞ് പോയി, എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ അല്ലല്ലോ, കാരണം എനിക്ക് അതിനെ ജീവനോടെ ഇനിയിപ്പം അവളെ ഏതെങ്കിലും സ്റ്റേജിൽ കിട്ടിയെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്ത് അവൾക്ക് ജീവൻ മാത്രം മതിയായിരുന്നു. നമ്മളെന്ത് ത്യാഗം സഹിച്ചാലും അതിനെ കൊണ്ടു നടക്കും. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അതിനി ഒന്നും വേണ്ട. പക്ഷെ നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. 21 കൊല്ലം എൻ്റെ കൂടെ ഉറങ്ങി, എൻ്റെ കൂടെ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലല്ല അത് എന്നോട് പെരുമാറുന്നത്. അത്രയ്ക്ക് സുഹൃത്തായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വന്നാലും പോച്ചാന്നേ പറയും. ഇപ്പം വന്നാലും കടയിൽ അവിടെ കൈ പിടിച്ചുകൊണ്ട് നടന്ന് അപ്പുറത്തെ കോഫി വാങ്ങിക്കാനായിട്ടും ചായ കുടിക്കാനായിട്ടും ഇപ്പോഴും കയ്യെ പിടിച്ചുകൊണ്ട് ചെന്നാണ് അവിടെ എല്ലാം കൊണ്ടുപോയി കടകളിലൊക്കെ കൊണ്ടുപോയി. അവിടെ എല്ലാം ഫ്രണ്ട്സാണ്. അവിടെ അറിയത്തില്ലാത്തവരാരുമില്ല. ആ മുറിഞ്ഞാലും മെഡിക്കൽ കോളേജ് ഏരിയയിൽ അവളെ അറിയാത്ത ആരുമില്ല. എൻ്റെ മോളൊന്നും ആ ഒരു ഇതിൽ എല്ലാവർക്കും പൊട്ടക്കുഴിയായാലും പട്ടത്തായാലും എല്ലാം അമ്മൂനെ അറിയാത്ത ആരുമില്ല. കാരണം അത്രയ്ക്ക് കൊച്ചു കുഞ്ഞായിപ്പം തൊട്ട് വളർന്ന് അവിടെ നാട്ടുകാരോട് എൻ്റെ കൂടെ തന്നെ ഞാൻ ഓടിയാണ് എവിടെ പോയാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ അതാണെന്ന് പറഞ്ഞത്. ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റു തമ്മും ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയതാണ്. നമ്മളെ അതുപോലെ തന്നെയാണ്. വൈകിട്ട് ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെയുണ്ട്. രാവിലെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ഇറക്കും. അത് കഴിഞ്ഞിട്ടാണ് മോളെ കൊണ്ട് സ്കൂളിൽ പോകുന്നത്. അത് രാവിലെ ട്യൂഷൻ ഉള്ളതാണെങ്കിൽ രാവിലെ അവിടെ കൊണ്ട് വിട്ടിട്ട് കഴിഞ്ഞ് പിന്നെ വിളിച്ചുകൊണ്ട് വരും. ഈ ഒരു ജോലി ഈ സർക്കിളിൽ നിന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അത് അവളുടെ ഓരോ കാര്യങ്ങളിലും എല്ലാവരുടെയും കാര്യങ്ങളിലും ഉണ്ട്, അവളുടെ കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ്. 9, 10, 11, 12 ഞാൻ ട്യൂഷൻ ഉണ്ടായിരുന്നു. 6 മണിക്കായാലും 5 മണിക്കായാലും അവിടെ കൊണ്ടുപോയി വിടും. അവിടെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവരും, ഭക്ഷണം കൊടുക്കും, പിന്നെ സ്കൂളിൽ കൊണ്ടുപോകും, പിന്നെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ വൈകുന്നേരം ട്യൂഷൻ ഉണ്ടെന്ന് വരികി വൈകുന്നേരത്തെ ട്യൂഷന് കൊണ്ടേയാക്കും. അതൊന്നും ആരെയൊന്നും ഏൽപ്പിക്കാണ്ട് സ്വന്തമായിട്ട് തന്നെ കൊണ്ടുപോയി വളർത്തിക്കൊണ്ട് അങ്ങനെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണിൽ 2 കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന കുഞ്ഞാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കാം, എല്ലാം നമ്മൾ പറയുന്നില്ല. എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ അങ്ങനെ ആയിരിക്കാം. എല്ലാ അച്ഛനമ്മമാരും മക്കളെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം, നമുക്ക് അറിയണ്ട. പക്ഷെ ഞങ്ങളുടെ കാര്യമല്ല നമുക്കറിയാൻ പറ്റുള്ളൂ. ഇവിടെ ക്ലാസ് ടീച്ചർ ഇന്നലെ ചാനലിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരെ അറിയാമോ? അവരോട് സംസാരിച്ചിരുന്നോ അച്ഛൻ നേരത്തെ? പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ പോലും ആ സമയം ഞാൻ ടീച്ചറിനെ വിളിക്കും. അപ്പോൾ അതിനെല്ലാം പോസിറ്റീവായിട്ട് റെസ്പോണ്ടും ചെയ്യാറുണ്ടായിരുന്നല്ലോ. പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ എന്തിനാ വീട്ടിൽ വിളിച്ച് പറയുന്നതെന്ന് പറയും. ഞാൻ പറയും അവൾ അങ്ങനെയാണ്, ഞങ്ങളങ്ങനെ അങ്ങനെയാണ് വളർത്തിയത്. അവളുടെ വിഷമങ്ങൾ ഞങ്ങളോടല്ലാണ്ട് പിന്നെ വേറെ ആരെങ്കിലും പറയുമോ? ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറയും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അവളുടെ കാര്യങ്ങൾ ഞങ്ങളില്ലാണ്ട് പിന്നെ വേറെ ആരെങ്കിലും നോക്കാനുണ്ടോ? അവളുടെ വിഷമങ്ങൾ നമ്മളോടല്ലാണ്ട് വേറെ ആരെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ അവർക്കത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ മോളുടെ സങ്കടവും പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പരിഹരിക്കാൻ കഴിയില്ല ആർക്കും. ശരിയാണ്.